നമസ്കാരം. അർജുൻ ആയങ്കിയെ തേടി നാലുപാടും പോലീസാണ്. ചില സ്ഥലങ്ങളിൽ അർജുൻ ആയങ്കി എത്തിയതിന്റെ ദൃശ്യങ്ങൾ പോലും പുറത്തു വന്നിട്ടും പോലീസിന് ആയങ്കിയെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. അതേസമയം ആയങ്കിയുടെ നീക്കുപോക്കുകൾ ഇത്തരത്തിൽ പോലീസ് നിരീക്ഷിക്കുന്നുണ്ട്. മറ്റാരുടെയെങ്കിലും പേരിലെടുത്ത സിം കാർഡുകൾ, പൊതു വൈഫൈ, മറ്റുള്ളവരുടെ ഫോണുകൾ എന്നിവ വഴിയും ഒളിവിലുള്ളവർ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഇതിനെല്ലാം സഹായിക്കുന്നത് സ്വർണം പൊട്ടിക്കലും കള്ളക്കടത്തും വഴി ആയങ്കി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വിപുലമായ ബന്ധങ്ങളാണ്. സഞ്ചരിക്കാൻ വാഹനങ്ങളും ഒളിക്കാൻ ഇടങ്ങളുമായി ക്രിമിനൽ സംഘങ്ങൾ ആയങ്കിയെ സഹായിക്കുന്നുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. മാത്രമല്ല, സ്വർണം പൊട്ടിക്കൽ പോലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾ വഴി ഉണ്ടായിട്ടുള്ള പരിചയസമ്പത്തും പോലീസിൽ നിന്ന് മറഞ്ഞു നിൽക്കാൻ ആയങ്കിയെ സഹായിക്കുന്നുണ്ട്. സംസ്ഥാന വ്യാപകമായി പോലീസ് തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ക്രിമിനൽ കേസ് പ്രതി അർജുൻ ആയങ്കി മലപ്പുറം ജില്ലയിലെ എടപ്പാളിലെത്തിയതായി പോലീസിനൊടുവിൽ വിവരം കിട്ടിയിട്ടുണ്ട്. ഓഗസ്റ്റ് 5-ന് ഇയാൾ എടപ്പാളിലെ ഒരു സ്വകാര്യ ആയുർവേദ ആശുപത്രിയിലും സമീപത്തെ റെസ്റ്റോറന്റിലും ചായക്കടയിലും എത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ ഇന്ന് രാവിലെ പുറത്തു വന്നിരുന്നു. കുറ്റിപ്പുറം, എടപ്പാൾ, ചങ്ങരംകുളം മേഖലകൾ കേന്ദ്രീകരിച്ച് ആയങ്കി യാത്ര ചെയ്തിരുന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് ഈ ഭാഗങ്ങളിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പാലിയേക്കര ടോൾ പ്ലാസ കടന്ന ഇയാൾ കേരളം വിട്ടിട്ടുണ്ടാകാം എന്ന് പോലീസ് സംശയിച്ചിരുന്നുവെങ്കിലും മലപ്പുറത്തെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ അന്വേഷണം പുതിയ വഴിത്തിരിവിലെത്തി. മുൻപും ആയങ്കിക്കൊപ്പം എടപ്പാളിലെത്തിയിട്ടുള്ള എടപ്പാൾ വട്ടക്കുളം സ്വദേശികളായ അബൂബക്കർ സിദ്ദിഖ്, ഫൈസൽ, നൌഫൽ, അഷ്കർ എന്നിവർ ഇത്തവണയും ഇയാൾക്കൊപ്പമുണ്ടെന്ന് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. സോഷ്യൽ മീഡിയ വഴി ആയങ്കിയുമായി അടുത്ത ബന്ധമുള്ള ഇവർ ഇയാൾക്ക് ഒളിവിൽ കഴിയാൻ സൗകര്യമൊരുക്കിയതായി കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് തിരൂർ DYSP AM സിദ്ദിഖിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചങ്ങരംകുളം പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ജാമ്യത്തിൽ വിടുകയും ചെയ്തു. തിങ്കളാഴ്ച അർജുൻ ആയങ്കിക്ക് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചു. പിന്നീട് ആയങ്കിയെക്കുറിച്ച് പുറത്തുവരുന്ന വിവരം ബുധനാഴ്ച മലപ്പുറം ജില്ലയിലെ എടപ്പാൾ വട്ടംകുളത്തുള്ള ആയുർവേദ ആശുപത്രിക്ക് അടുത്തുള്ള കടയിലെ CCTV ദൃശ്യങ്ങളാണ്. ആയങ്കിക്കൊപ്പമുള്ള കൂട്ടാളികളെയും ഇതിൽ കാണാം. അന്നു തന്നെ ആയങ്കിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയി. അതിന്റെ പിറ്റേന്ന് വ്യാഴാഴ്ചയാണ് ഊന്നുകൽ ഇൻസ്പെക്ടർ BS ആദർശിനെ ഇൻസ്റ്റാഗ്രാമിൽ ബന്ധപ്പെട്ട് താൻ കീഴടങ്ങാൻ തയ്യാറാണെന്നുള്ള കാര്യങ്ങൾ ആയങ്കി പറയുന്നത്. അതിന്റെ ബാക്കിയായാണ് ഊന്നുകൽ ഇൻസ്പെക്ടറെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള പോസ്റ്റ് ഇടുന്നതും. കീഴടങ്ങാമെന്ന് ആയങ്കി അറിയിച്ചതോടെ അതിനു മുമ്പേ പിടികൂടാനായി പോലീസിന്റെ ശ്രമം. എന്നാൽ ആയങ്കിയെ കണ്ടെത്തുക പോലീസിന് എളുപ്പമല്ല. എന്തായാലും നാലുപാടും പോലീസ് വല വിരിച്ചിരിക്കുകയാണ്. ആയങ്കിയെ പിടികൂടാൻ തന്നെ ഉറപ്പിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് പോലീസ് സംഘം.